നമസ്കാരം. ചക്കയും ചക്ക വിഭവങ്ങളും ഇഷ്ടപ്പെടുന്നവർ നിരവധിയുണ്ട്. എന്നാൽ ചക്കയെ ജീവനോളം സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരാളേ ഉള്ളൂ എന്നാണ്. അത് മറ്റാരുമല്ല, പത്മിനി ശിവദാസ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ശ്രീമതി പത്മിനി ശിവദാസാണ്. സ്വാഗതം. നമസ്കാരം. ഞാനീ പറഞ്ഞതുപോലെ തന്നെ ചക്ക ഈസ് ഈക്വൽ ടു പത്മിനി ശിവദാസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെയല്ലേ അല്ലേ? അതെ. അപ്പോൾ ഈ ചക്ക കൊണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്നാണ് എപ്പോഴും പറയുന്നത്. ചേച്ചി അങ്ങനെ തന്നെയാണ് എപ്പോഴും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണ് ഇത്രയധികം ചക്കയെ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കുട്ടിക്കാലം മുതലേ ചക്കേനെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഭക്ഷണം ശരിക്കും അരിയൊന്നും കിട്ടാനില്ല. അന്ന് നമുക്ക് 3 നേരം ചക്ക തന്നെയാണ് നമ്മളെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്രയും പ്രായമായിട്ടും ഈ ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചക്കേനെ അത്രയും കൂട്ടുപിടിച്ചത്. കുട്ടിക്കാലം മുതലേ അച്ഛനാണ് ശരിക്കും എൻ്റെ ഗുരു. അച്ഛൻ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പ്ലാവിൻ്റെ മുകളിൽ കയറ്റി അവിടെ നിന്ന് തന്നെ ചക്ക വെട്ടി തിന്നിട്ട് ഇറങ്ങി വരുന്ന ഒരു രീതിയിൽ എന്നെ ആക്കിയത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഈ ഒരു ചക്കേനെ ശരിക്കും ഇങ്ങനെ ഒരു ചക്കയെ എൻ്റെതായ ആ ഒരു തനതായ ഫലത്തിൻ്റെ രീതിയിൽ എത്തിച്ചത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. എൻ്റെ അച്ഛനെ തന്നെയാണ് ഞാൻ അവിടെ ഗുരുവായിട്ട് കാണുന്നതും. അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ഒരു ചക്ക എന്ന് പറഞ്ഞാൽ അതൊരു ഒരാൾക്ക് വയറ് നിറച്ചും കഴിക്കാനുള്ള അത്രയും ഫലം തരുന്ന ഒരു സാധനമാണ്. വേറെ ഒരു ഫ്രൂട്ടും അല്ലെങ്കിൽ വേറൊരു വിളയും നമുക്ക് വയറ് നിറച്ചും കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചക്കേൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്നജം അടങ്ങിയിട്ടുള്ളത് നമ്മളെ ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി ഇല്ലെങ്കിലും നമുക്ക് ചക്ക കഴിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും. പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞിരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിവും. ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലാത്ത വിശപ്പൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ ചക്ക കാണുന്നു, പ്ലാവ് കാണുന്നു, നേരെ വലിഞ്ഞ് കയറുന്നു. അവിടെ ഇരുന്ന് തന്നെ അതൊരു വലിയ ആ കുട്ടിക്കാലം ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ മക്കളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എത്രത്തോളം വിശ്വസിക്കുന്നു നമുക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചക്കയും മാങ്ങയും അതൊക്കെ തന്നെയാണ് നമ്മളെ. ഇന്നൊക്കെയാണ് നമ്മളത് വാഷ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നത്. അന്ന് കൈ കഴുകിയിട്ടൊന്നും ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഓടി വന്ന് പ്ലാവിന്ന് ഇപ്പോൾ കൂഴച്ചക്കയൊക്കെ ആണെങ്കിൽ അത് വീഴുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം എൻ്റെ മുഖത്ത് കൂടെ ഒക്കെ ചക്ക വീണിട്ട് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡോട് കൂടിയിട്ട് ഞാൻ അവിടുന്ന് ചക്ക തിന്ന്. ഇന്നത്തെ നമ്മൾ ബ്ലഡ് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പേടിയാണ്, നമ്മളെ മക്കൾ ഒരു കൈമുറിഞ്ഞാലൊക്കെ. പക്ഷെ അന്നൊന്നും അങ്ങനെയില്ല. അവിടെ നിന്ന് നമ്മൾ ചക്ക തിന്ന് ആവശ്യത്തിന് കഴിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ പോകും. അങ്ങനത്തെ ഒരു രീതിയാണ്. ഇന്നാണ് നമ്മൾ എന്ത് കൈ കഴുകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വളരെ ഹൈജീനിക്കായിട്ടൊക്കെ ചിന്തിക്കുന്ന. അപ്പം അതൊന്നും അല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്, ചക്കയും ചക്കക്കുരും ഒക്കെ കഴിച്ചിരുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രതിവർഷം ഏകദേശം കേരളത്തിൽ 32 ലക്ഷത്തോളം ചക്ക ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് സീസൺ പോലും അതിനൊരു പ്രശ്നമല്ല, ഏത് സമയത്തും കിട്ടുന്ന ഒരു വിഭവമാണ് ഈ ചക്ക. അപ്പം അത് ഈ നമ്മുടെ കേരളത്തിലുള്ളവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതും കണ്ടിട്ട് ചിലരൊക്കെ വന്നുണ്ട്. ചിലത് ചക്ക കിട്ടിയാൽ ഒരു പക്ഷേ അത് വെട്ടി കഷ്ണങ്ങളാക്കി മാറ്റി ചിലർ കറി വയ്ക്കും, ചിലർ പഴുത്തതാണെങ്കിൽ കഴിക്കും, ചിലപ്പോൾ ചക്കക്കുരു കളയും. അതിലൊരു നല്ല ശതമാനവും വേസ്റ്റാക്കി കളയുന്നവരാണ് പലരും. ചേച്ചിയുടെ മുന്നിലെത്തുമ്പോൾ ചക്ക വേസ്റ്റ് ആകില്ല എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലെ ആളുകൾ ചക്ക ശരിക്കും ഇത്രയും ചക്ക ഉണ്ടെങ്കിലും അതിലൊരു 10% ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തന്നെ ഇപ്പം നമ്മളെ ചക്കേനെ ഇത്രയും പ്രൊമോട്ട് ചെയ്തപ്പോൾ ചക്കേനെ നമ്മളെ സംസ്ഥാന ഫലം ആക്കിയ ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും അതും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആളുകൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു അറിവ് എത്തിയിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഈ ചക്കയ്ക്ക് ആവശ്യക്കാർ പുറത്തുനിന്ന് എന്നെയാണെങ്കിലും ഒരു ദിവസം ഈ കോവിഡ് കാലത്തൊക്കെ ഒരു 10-15 പേരൊക്കെ ദിവസം കോൾ ചെയ്യാറുണ്ട്, എവിടെ നിന്ന് നമുക്ക് കിട്ടും. അതിലവർ ചോദിക്കുന്ന വേറൊരു കാര്യം കൂടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒന്നുമില്ല. എന്നാൽ പോലും പത്മിനി ചേച്ചി ട്രെയിനിങ് കൊടുത്ത ആളുകളുടെ അടുത്തുള്ള പ്രോഡക്റ്റ് ഉണ്ടോ എന്ന്
അപ്പോഴാണ് ഞാൻ നമ്മൾ കൊടുത്ത ട്രെയിനിങ് കൊടുത്ത ആളുകൾ ഇത്രയും വലിയൊരു രീതിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. കോവിഡ് കാലത്ത് പോലും എൻ്റെ സംരംഭകരൊക്കെ എക്സ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പിന്നെയും നമ്മളെ ഇന്നും ഞാൻ ഇപ്പോൾ ചക്കേനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു സത്യം ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പറയാം, ഇപ്പം ചക്ക സംരംഭകരായിട്ട് വരുന്ന ആളുകളൊക്കെ IT ഫീൽഡുകാരാണ്. ഇപ്പം തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ബിടെക്കുകാരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്, MBAക്കാർ, ബിടെക്കുകാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു സംഭവമായിട്ട് ഈ ചക്കേനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. മറ്റത് സാധാരണ എന്തെങ്കിലും ചെയ്ത് നടന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി വകുപ്പ് ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഇത്ര ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല ആളുകളും ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പം തന്നെ നമുക്ക് അവരെ കൈവിട്ട് കളയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ഇപ്പോഴത്തുള്ള ആൾക്കാരുടെ ആ ഒരു താല്പര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ടത്തെ ഒരു കാര്യം, കാരണം ഗുരുദേവൻ പോലും മുൻകൂട്ടി വളരെ ദീർഘവീക്ഷണത്തോടെ ഈ ചക്കയുടെ ഈ പ്ലാവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയിരുന്നു. അത് അദ്ദേഹം ഇപ്പം ശിവഗിരിയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഏറ്റവും കൂടുതൽ വെക്കുന്ന വൃക്ഷങ്ങൾ, ഒരു മരം എന്ന് പറഞ്ഞാൽ അത് പ്ലാവായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത്രയ്ക്ക് മഹത്വം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ പറയാം, നമ്മളൊരു പ്ലാവിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒന്നാം കൽപ്പവൃക്ഷം നമ്മൾ തെങ്ങ് എന്ന് പറയുന്നു. അത് ഞാനൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് വന്നൊരു കാഴ്ചപ്പാടാണത്. പക്ഷെ ഞാൻ പറയും, ഇപ്പം നമ്മൾ പ്ലാവിനെ ഇങ്ങനെ ആക്കിയപ്പം ശരിക്കും ഒന്നാം കൽപ്പവൃക്ഷമായിട്ട് വരേണ്ടത് നമ്മളെ പ്ലാവ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ തടി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ വേര് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കറ ഉപയോഗിക്കുന്നുണ്ട്, അതിലെ ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് പഴമായിട്ടും പച്ചക്കറിയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഞാനാണെങ്കിൽ പറയും ഒന്നാം കൽപ്പവൃക്ഷം പ്ലാവാണെന്ന്, തെങ്ങിന് രണ്ടാമതേ പറയുള്ളൂ. അപ്പം അത്രയും ഔഷധ ഗുണവും അത്രയും ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് നമ്മളെ പ്ലാവ് എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മൾ ഈ പ്രളയം വന്ന സമയത്തും എന്ത് തന്നെയായാലും എല്ലാ മരങ്ങളും എല്ലാ കൃഷിരീതികളും നശിച്ച സമയത്തും നമുക്ക് പിടിച്ചു നിർത്തിയത് നമ്മളെ പ്ലാവ് തന്നെയാണ്. ഏത് കാലാവസ്ഥയിലും വളരും, വേനലാണെങ്കിലും പ്രശ്നമില്ല, മഴയാണെങ്കിലും പ്രശ്നമില്ല. നമ്മൾ കേട്ടിട്ടില്ല പ്ലാവ് എവിടെയും വീണ് പോയിട്ടോ അങ്ങനെ കൂടുതൽ കീടങ്ങൾ വന്നിട്ട് ആക്രമിച്ചിട്ടോ അങ്ങനെ ഒന്നും നമ്മളെ പ്ലാവ് നശിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഗുരുദേവൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുക. നമ്മളെ ഗുരു കാരണവന്മാരൊക്കെ പണ്ടൊക്കെ എനിക്കറിയാം, എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കാർഷിക കുടുംബമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇഞ്ചിയൊക്കെ നടും. ഇഞ്ചി നടുന്ന സമയത്ത് അവിടെ തന്നെ പറമ്പിൽ ചക്ക വെട്ടിത്തിന്നു കഴിഞ്ഞാൽ അച്ഛൻ പറയും, ആ ഇഞ്ചി നട്ട അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ഈ കുരു നടിപ്പിക്കും. അപ്പോൾ ആ പ്ലാവൊക്കെ ഇന്നാരും നടുന്നില്ല. ഇന്നെല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ വേസ്റ്റാണ്. എല്ലാം നമ്മൾ ആവശ്യമുള്ളതെന്നു വലിച്ചെറിഞ്ഞു. അതാണ് നമ്മളെ രീതി. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ്. ആവശ്യം എന്നല്ല ഞാൻ പറയാം, അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതിയിലായാലും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ആരോഗ്യപരമായിട്ടും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ നിലനിർത്തി പല അസുഖങ്ങൾക്കുള്ളൊരു മരുന്ന് കൂടി. തീർച്ചയായിട്ടും. അതിപ്പം ഞാൻ പറയാം, നമ്മളിവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പത്മകുമാർ ഉണ്ട്. ഡോക്ടറും ഞാനും കൂടിയിട്ട് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ റെസിപ്പീസൊക്കെ ചെയ്തിരിക്കുന്ന ഞാനും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ചെയ്തിരിക്കുന്ന സാറുമാണ്. സാറ് ചെയ്തതെന്താ വെച്ചാൽ, സാറിൻ്റെ ഷുഗർ പേഷ്യൻസിന് ചക്ക കൊടുത്തിട്ട് അവർ ചക്ക പുഴുക്ക് കൊടുത്തിട്ട് കിട്ടിയൊരു റിസൾട്ടാണ് ഷുഗറിനൊക്കെ ഇപ്പം നമ്മൾ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ. പക്ഷെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നമ്മളെ എന്തോ നിർഭാഗ്യവശാൽ നമുക്കിവിടെ അത് തെളിയിക്കാനുള്ളൊരു സംവിധാനം ഇല്ല. അപ്പോൾ സാറാണ് അതിന് ഇത്രയും അങ്ങനെ ഇതിൽ കുറേ ആളുകളുണ്ട്, ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ജെയിംസ് ജോസഫിനെ പോലെ 365 ജെയിംസ് ജോസഫൊക്കെ ലൈഫേ ഇതിനു വേണ്ടി മാറ്റി വെച്ച ആളുകളാണ്. അങ്ങനെ കുറേ പേരുണ്ട്. അതുപോലെ നമ്മളൊരു പിന്നെ ശ്രീഭദ്ര സാറ് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ജേർണലിസ്റ്റാണ് കാസർഗോഡ്. സാറൊക്കെ ഇതിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതിന് പിന്നിൽ കുറേ കഷ്ടപ്പാടുണ്ട് നമ്മളെ ചക്കേനെ സംസ്ഥാന ഫലമാക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരാളാണ് നമ്മളെ സുനിൽകുമാർ സാറ്, PS സുനിൽകുമാർ സാറൊക്കെ അത്രയും ചക്കേനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു വെച്ചാൽ. അതിന് മുമ്പ് ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ സാർ അത്രയും താല്പര്യം എടുത്തിട്ട് ചെയ്ത പോലെ വേറൊരാളുകൾ വന്നിട്ടില്ല. അപ്പം അവരെയൊക്കെ നമ്മൾ
എന്താ പറയുക, ഈ ഒരു സമയത്ത് ഞാൻ അവരെയൊക്കെ ഓർത്തു പോവുകയാണ് ശരിക്കും. തീർച്ചയായും നന്ദിയോടെ. തീർച്ചയായും. ഞാൻ ഈ പറഞ്ഞാൽ ഇപ്പം ഒരു ചക്ക എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും? ഞാനിപ്പം ശരിക്കും ഒരു 850 കൂടുതൽ വിഭവങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാനതൊരു 1001 പ്രയാണമാണ്. അതിൻ്റെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 1-2 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ അവസാനം എഴുതിയത് തേൻവരിക്കയും തേന്മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ചക്ക വിഭവങ്ങളും മാങ്ങ വിഭവങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളും. അപ്പോൾ എൻ്റെ ബുക്കിനുള്ളൊരു പ്രത്യേകത അതാ, എല്ലാവരും എഴുതുന്നത് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ഔഷധ ഗുണങ്ങളും കൂടെ ആളുകളെ അറിയിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ നമ്മൾ എഴുതി പോവല്ലാണ്ട്. അതെ, എനിക്ക് തോന്നുന്നു കൂടുതലും പത്മിനി ശിവദാസ് എന്ന ആ ഒരു ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെ കൂടുതൽ മനസ്സിലായത് പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. നേരത്തെ പറഞ്ഞു ഈ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ മറ്റ് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പുസ്തകങ്ങളായിരിക്കും അല്ലേ കൂടുതൽ? പുസ്തകങ്ങളും അതിലുപരി എനിക്ക് തോന്നുന്ന ട്രെയിനിങ്ങുകളാണ്. നമ്മൾ ഇപ്പം ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ കൊടുക്കുന്ന സംരംഭകത്വ ട്രെയിനർ, കൃഷി വകുപ്പ് കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ, കുടുംബശ്രീ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ, ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ട്രെയിനിങ്ങുകൾ, അങ്ങനെ പല ഭാഗത്തും നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സംരംഭകത്വ ട്രെയിനർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചക്കേനെ ജനകീയമാക്കിയതിനുള്ള കൃഷി വകുപ്പിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും ചിലപ്പം. ഇപ്പം നേരത്തെ പറഞ്ഞു 800-ലധികം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഈ പ്രേക്ഷകർ കാണുന്നവർക്ക് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാം? എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു എന്ത് ചെയ്യാം. അതിൻ്റെ മുള്ള് വെച്ചിട്ട് നമുക്ക് നല്ല ദാഹശമനം ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ കൊളസ്ട്രോള്, ഷുഗർ, ശരീരത്തിലെ പൊണ്ണത്തടി, യൂറിനറി ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് നമ്മളെ ചക്കമുള്ള് ദാഹശമനി. ചക്കമുള്ള് ചെറുതായിട്ട് അരിഞ്ഞുണങ്ങി അത് വെച്ചിട്ട് നമുക്ക് ദാഹശമനം വേണ്ടി അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പൽപ്പൊടി ഉണ്ടാക്കാം. നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നതിന് ഇത് വെച്ചിട്ട് നല്ല പൽപ്പൊടി ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നിരവധി അരക്ക് വെച്ചിട്ട് നമുക്ക് കൺമഷി ഉണ്ടാക്കാം. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, ഇതിൻ്റെ പൗഡർ, ചക്കപ്പൊടിയും ചക്കക്കുരു പൊടിയും 100ഓളം ബേക്കറി ഐറ്റംസ് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചക്ക വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ബിരിയാണി അടക്കം. ബിരിയാണി ഇപ്പം എക്സ്പോർട്ടിങ് തുടങ്ങി നമ്മളിവിടെ. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്മളിത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ നാട്ടിൽ ചക്ക ബിരിയാണി ഉണ്ടായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ. ചക്ക ബർഗർ ചെയ്യുന്നുണ്ട്, ചക്ക കട്ട്ലറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രോസൺ യൂണിറ്റ് ആണ്. പെരുമ്പാവൂർ നമുക്ക് വലിയൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെയുള്ള ഫ്രോസൺ ആയിട്ട് എല്ലാ ഐറ്റംസും, ചക്ക പുഴുക്ക് എല്ലാം നമ്മളിതുപോലെ എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ ഈ സാധനമൊന്നും. അത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. നമ്മൾക്കുള്ളൊരു വേറൊരു ബുദ്ധിമുട്ട് അതാണ്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനമൊക്കെ പുറത്താണ്. എന്നുവെച്ചാൽ അവർക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്തുനിന്നാണ് ആളുകൾ നമ്മളെ വിളിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് അതിൻ്റെ ആ ഒരു ഔഷധ ഗുണവും വിലയും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു. തീർച്ചയായും. ഞാൻ പലപ്പോഴും വീട്ടിൽ പോലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചക്ക കിട്ടിയാൽ വെട്ടുന്നു, അതിൻ്റെ മൊത്തം കളയുന്നു. അത് നല്ലൊരു ശതമാനം നമ്മൾ വേസ്റ്റാക്കി കളയുന്നു. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ 100% ചക്ക ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ സംരംഭകത്വത്തിലേക്ക് പോകുമ്പോഴേ അതെങ്ങനെയാണ്? കാരണം സ്വന്തമായി ഉണ്ടാക്കുന്നതിനപ്പുറം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു താല്പര്യം തോന്നുന്നു. ഒന്ന്, ഞാൻ ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പം വീട് വെച്ചപ്പോൾ മക്കളെ നോക്കാനില്ലാത്തതുകൊണ്ട് ജോലി റിസൈൻ ചെയ്തൊരാളും കൂടിയാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ ഹോം സയൻസ് പറഞ്ഞൊരു ഡിഗ്രി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയാലോ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് ഉണ്ടാക്കാനും അത് കഴിപ്പിക്കാനാണ്. കഴിക്കുന്നതിനെക്കാട്ടും ഉപരി നമ്മളത് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിലും ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ MS സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ലക്ഷദ്വീപിൽ പോയിട്ട് 10-45 ദിവസം ഫാഷൻ ഡിസൈനിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കേരളത്തിന് പുറത്തും ഗോവ, വിശാഖപട്ടണം, തൃശ്ശി, ഇപ്പോൾ ചെന്നൈയിൽ പോയിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ചക്ക മാത്രമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, എല്ലാം കർഷകരുണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കുക എന്നുള്ളതാണ്. ചക്ക മാത്രമല്ല, ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ നേന്ത്രവാഴ, അങ്ങനെ എല്ലാം കർഷകരെ, കപ്പ, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ യാത്രയിലിടക്കാണ് ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നിറയെ ചക്ക വീണു പോകുന്നു, അത് കളയാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ശല്യമായിട്ട് കണ്ടൊരു സാധനമായിരുന്നു ചക്ക. അപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എന്തുകൊണ്ട് നമുക്കിതിനെ വെച്ചിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് കഴിച്ചിട്ടല്ലേ ജീവിച്ചത്, എന്തുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ ഒരു സംഭവമാക്കി മാറ്റിക്കൂടാ.
അങ്ങനെ അതിനെ ഞാൻ എന്താ പറയുക അന്വേഷിച്ച് പല സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി. അങ്ങനെ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നതിനിടയ്ക്ക് ആളുകളൊക്കെ ഇത് ചർച്ച ചെയ്യും. അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ ഈ നമ്മൾ സംരംഭകത്തെ ട്രെയിനർ ഫുഡിൻ്റെ മാത്രമല്ലല്ലോ, ഈ ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യം ക്ലാസ് എടുക്കാൻ വിളിക്കും. പിന്നെ അവരിപ്പോൾ ആ ഒരു ട്രെയിനിങ് പാനലിൽ വന്നു. ഒരു സംരംഭകത്തെ ട്രെയിനർക്കുള്ള നമ്മളൊരു 10-15 ദിവസത്തെ എൻ്റെ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ആ ട്രെയിനിങ് കൊടുത്ത ആളുകളൊക്കെ ഇങ്ങനെ വലിയ സംരംഭകരായി വന്നു. അത് ഞാൻ പറയാം, നമ്മൾ ഒരു 5-6 വർഷമായെന്ന് എനിക്ക് തോന്നുന്നത് മുമ്പ് പെരുമ്പാവൂർ എയർപോർട്ടിൽ വെച്ചിട്ട് വലിയൊരു എക്സ്പോ നടന്നിരുന്നു. ഇന്നിപ്പോൾ വൈകി നടക്കുന്നത് പോലെ ഒരു എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അവിടെ ഒരു 10ഓളം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച കുട്ടികളെ ഒരു ഫുഡ് മത്സരം ഉണ്ടായിരുന്നു. അതിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെയുള്ള സംരംഭകരൊക്കെ 200-ൽ കൂടുതൽ സംരംഭകർ ഞാൻ ട്രെയിനിങ് കൊടുത്ത ആളുകളാണ്. ഞാൻ പോലും അറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് കൊള്ളാലോ, അപ്പം ഇത്രയും ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ പറന്ന് നടന്ന് സംരംഭം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല ആരൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയത്. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇതിനുള്ള റിസൾട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായതിനു ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ കാരണം. അതെ, നമുക്കിപ്പോൾ ചക്കയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഉള്ളവർക്ക് ഇത് വലിയ വിലപിടിപ്പുള്ളൊരു സാധനമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ, വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ ചക്കക്കുരുവിൻ്റെ വില കേട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കാതെ പോവുകയല്ലേ. തീർച്ചയായിട്ടും 2-3 തരത്തിൽ ക്വാളിറ്റിയിലാണ് 2500 രൂപയ്ക്ക് കിട്ടും നമുക്ക് ചക്കക്കുരു. ജനങ്ങൾ നമ്മളിത് പറയുമ്പോൾ അവർ കേൾക്കുമ്പോൾ, നമ്മളെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് വെറും കള്ളത്തരാന്ന്. പക്ഷെ അവർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ 3500 രൂപ വരെ ചക്കക്കുരുവിന്, 1500 മുതൽ മുകളിലോട്ട് ഏകദേശം 4000-4500 രൂപ ഒരു കിലോ ചക്കക്കുരുവിൻ്റെ വില. അത് പക്ഷെ പ്രോസസ്സ് ചെയ്യണം. നിങ്ങൾ ചക്കക്കുരു അങ്ങനെ കൊണ്ടുപോയി കൊടുത്താലല്ല, അതിൻ്റെ പ്രോസസ്സിങ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിങ്ങിനാണ് അത്രയും നമ്മൾ വില വരുന്നത്. എന്നാലും നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ വെറുതെ നമ്മൾ എടുത്ത് വേസ്റ്റിൽ കൊണ്ടുപോയി കളയുന്ന ചക്കക്കുരുവിനാണ്, എന്നിട്ടും നമ്മൾ ആളുകൾ അതിലേക്ക് എത്തിയിട്ടില്ല. അതാണ് എൻ്റെയൊക്കെ സങ്കടം. നമ്മളിങ്ങനെ പറഞ്ഞു നടന്നിട്ടും അതിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എത്രത്തോളം പിന്തുണ കിട്ടും? തീർച്ചയായിട്ടും ഇപ്പം നന്നായിട്ട് നമ്മളെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുനിൽ സാറൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് നല്ല കർഷകർക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. കൃഷിമന്ത്രി അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ അടുത്ത സർക്കാരും ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഇതിന് ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും അതിലേക്ക് ആളുകൾ എത്തുന്നത്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉള്ളത്. എന്നെ തന്നെ പല ആളുകളും 10 കണക്കിനാണ് ചോദിക്കുന്നത് ചക്ക ഉണക്കിയതൊക്കെ. പക്ഷെ അങ്ങനെ കൊടുക്കാൻ നമ്മളെ നാട്ടിൽ ആരും ചെയ്യുന്നില്ല. അതാണ് അടുത്തൊരു പ്രശ്നം നമുക്ക് വരുന്നത്. അപ്പം ഈ നമ്മൾ പറയും ഒരു സംരംഭം ഇത് തന്നെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ, പക്ഷെ എല്ലാവരും തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും തുടങ്ങിയാലാണ് നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അത്രയും ആവശ്യക്കാരുണ്ട് നമുക്ക്. നമ്മൾ വിചാരിക്കുന്നതേ അല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ഓർഡർ ഉണ്ട് നമുക്ക് ചക്കയ്ക്ക്, അത്രയും ഓർഡർ ഉണ്ട്. ഈ ചില വീടുകളിലൊക്കെ, എൻ്റെ സ്വന്തം വീടാണെന്ന് പോലെ കഴിയുമ്പോൾ നമ്മൾ ഈ ചക്ക കൊണ്ട് ചെന്ന് അത് വെട്ടിമുറിച്ച് അതിൽ ഈ അരക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വെച്ച് പോലും പലരും ഇത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മൂല്യം ഇപ്പോഴാണ് ഇത് ഈ സംഭാഷണം കേൾക്കുമ്പോഴും. അല്ല, അതെന്താണെന്ന് അറിയാം സാറേ, അത് നമ്മൾ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ. ചക്ക ഈ നമ്മൾ അരക്ക് നമ്മൾ ആദ്യം മുള്ളൊക്കെ മാറ്റുക, മുള്ള് മാറ്റി തുടച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അരക്കേ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ആ രീതിയിൽ ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടില്ല. ചക്ക തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പറഞ്ഞതുപോലെ അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കാനുള്ളൊരു മടി കാണിക്കുന്നത്. അപ്പം നമ്മളിതിനെ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ മുള്ളൊക്കെ ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്, ഒരു ചക്ക നമ്മുടെ കൈ കിട്ടിയാൽ വളരെ എങ്ങനെ അനായാസമായി നമുക്ക് വളരെ രീതിയിൽ മാറ്റാവുന്നതാണ്. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ നമ്മളത് വെട്ടി എടുക്കുമ്പോഴാണ് അരക്ക് മൊത്തം ഇങ്ങനെ വരിക. നേരെ വെച്ചാൽ ആദ്യം മുള്ള് മൊത്തം വെട്ടി മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അരക്കേ വരില്ല. അതിൽ നിന്ന് നമുക്കതിന് എല്ലാ ഭാഗവും എടുക്കാം. ഞാനിപ്പോൾ ചക്കമുള്ള്, ചക്കമടൽ, ചകിണി നല്ല മിക്സർ ഉണ്ടാക്കാം. ചകിണിയൊക്കെ വെച്ചിട്ട് സൂപ്പർ മിക്സറാണ്. ചക്കച്ചോള പൗഡർ വെച്ചിട്ട് നല്ല ചപ്പാത്തി, നമ്മളെ എന്താ പറയുക പുട്ട്, പിന്നെ ഇടിയപ്പം, പാസ്ത, എന്ത് സാധനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് ടേസ്റ്റോട് കൂടിയാണ്, വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതല്ല. അത്രയും ടേസ്റ്റിലും
അത്രയും ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ചക്ക. അത് ഞാൻ പറയാം, പണ്ടുള്ള ആളുകളൊക്കെ പ്ലാവിൽ താഴെ ചക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാണകം തേച്ച് വെക്കുമായിരുന്നു. അതിപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. പക്ഷേ അവരൊന്നും അതൊന്നും അറിയില്ല എന്തെന്നാന്ന്. എവിടെ നിൽക്കുകയോ കേട്ട കാര്യങ്ങളാണ് അവർ കെട്ടിവെക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും അല്ല ശരിക്കും അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. നമ്മൾ പണ്ടുള്ള ആളുകൾ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാണകം ചാക്കിൽ കെട്ടിയിട്ട് പ്ലാവിൻ്റെ കവറിൽ വെക്കും, കൊമ്പായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ചാണകം ഇങ്ങനെ ഇറങ്ങുമല്ലോ, വെള്ളം, അവിടെയൊക്കെ ചക്ക ഉണ്ടാവും, പ്ലാവ് ഇളമിക്കും. അതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇപ്പം അത് ആളുകൾ യൂട്യൂബിലൊക്കെ വന്നിട്ടേ അതിൽ കെട്ടിവെക്കണം, അതിനെ തൊലി കളയണം, അങ്ങനെ കുറേ അവർക്ക് അറിയില്ല സത്യത്തിൽ. അവരെവിടുന്നോ കിട്ടിയ കുറേ അറിവുകൾ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, പക്ഷെ ഇത് പറയാൻ പറ്റില്ലല്ലോ തിരിച്ച്. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക, അവരെ വീട്ടിൽ പ്ലാവ് ഉണ്ടെങ്കിൽ മുകളിൽ ചക്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെറുതെ പ്ലാവിൽ നാടൻ പശുവിൻ്റെ ചാണകം തേച്ച് വെച്ചാൽ മതി. അത് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ചക്ക കുറയും, താഴെ നിറയെ ഉണ്ടാവും. അതൊരു വലിയൊരു എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെയ്ത് സക്സസ് ആയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്ത് വിട്ടിട്ടുണ്ടാവും. ലക്ഷ്യത്തിൽ കൂടുതൽ ആളുകൾ വീട്ടിൽ നിന്ന് വെച്ചാൽ 10-25 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ 100-300 നല്ല സംരംഭകർ നമ്മുടെ കേരളത്തിലുണ്ട്. നല്ല സംരംഭകർ നന്നായിട്ട് പോകുന്ന ഒരു നല്ല വരുമാനവും. തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പം നമുക്ക് വയനാട് ജില്ലയിലാണെങ്കിൽ എൻ്റെ ഒരു സംരംഭമുണ്ട്, ന്യൂട്രിറ്റോ എന്ന് പറഞ്ഞിട്ട്. അവർ 4 എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികളാണ് അത് ചെയ്തത്. അപ്പോൾ അതിൽ അവർ എല്ലാം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ചക്കേൻ്റെ ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെയാണ്, എല്ലാം തുടങ്ങാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് പൾപ്പിനാണ് ഓർഡർ. അപ്പോൾ 1500 കിലോ പൾപ്പ് ഒരു മാസം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൾപ്പേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 40 ലക്ഷം റുപ്യേൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അതിലവർക്ക് ഈ 1500 കിലോ പൾപ്പ് ഒരു മാസം ലാസായാലായിട്ട് മിൽമയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ചെയ്യാൻ പറ്റും, മറ്റുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണോ മാർക്കറ്റ് ഉള്ളത് അത് കണ്ടിട്ട്, ചില സ്ഥലത്ത് ചക്ക ഉണക്കൽ മാത്രമേ ഉള്ളൂ. ഉണക്കി ചക്കയ്ക്ക് ഇന്ന് 400 രൂപ വിലയുണ്ട്. വേറെ എന്തിനാണ് നമുക്ക് കിട്ടുക അത്രയും വില? നമ്മളെ തെങ്ങിന് കിട്ടുമോ? തേങ്ങയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുമോ? തെങ്ങിന് എന്തൊക്കെ പണിയെടുക്കണം, എന്തൊക്കെ ജോലി ചെയ്യണം? പ്ലാവിന് എന്തെങ്കിലും ചെയ്യണ്ടോ? നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയാം, എന്നാലും നമ്മൾ ആളുകൾ എന്തുകൊണ്ടാണ് ചക്കേനെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതെന്താണെന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പം ഞാൻ. ശരിക്കും ഒരു വീട്ടിലൊരു സംരംഭം, നമ്മളെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ ആ പ്ലാവിൽ ചക്ക നമ്മൾ കഴിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെക്കുക, മാർക്കറ്റിലെത്തിക്കുക. എന്തൊരു വലിയ സ്വപ്നമായിരിക്കും ശരിക്കും അല്ലേ? നമ്മളെ നാട്ടിലെ സമ്പത്തും ആരോഗ്യവും ഒക്കെ എവിടെ എത്തുന്നു നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമായിരിക്കും, എന്താ വെച്ചാൽ വരണം. ഏത് സമയത്തും നമുക്ക് ലഭിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കിട്ടാവുന്ന 10 മാസം നമുക്ക് കേരളത്തിൽ ചക്ക കിട്ടും സാറേ. ഏറ്റവും കൂടുതൽ നമുക്ക് ചക്ക കിട്ടുന്നത് ഇടുക്കിയിലാണ്. ലോ റേഞ്ചും ഹൈ റേഞ്ചും ആയതുകൊണ്ട് 10 മാസം നമുക്ക് അവിടെ ചക്ക കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ വയനാടാണ്. മറ്റുള്ളിടത്തൊക്കെ ആദ്യം തിരുവനന്തപുരത്തെ ചക്കയാവുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലായിടത്തും മാറി നമുക്ക് 10 മാസം നമുക്ക് കേരളത്തിൽ ചക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ ജില്ലയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം തിരുവനന്തപുരം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന വയനാടാണ്. പക്ഷെ നമ്മൾ ഈ പ്രളയവും കോവിഡൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഏകദേശം എല്ലായിടത്തും ഒരേപോലെ ചക്ക ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മറ്റുള്ള എല്ലാ ജില്ലകളിലും ഇപ്പം ചക്കയായി വരുന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പം പണ്ടാണെങ്കിൽ ഒരു 5 വർഷം മുമ്പ് കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് ചക്ക ഇപ്പോൾ ഒരു നന്നായിട്ട് കിട്ടേണ്ട ഒരു സമയമാണ്, പക്ഷെ കിട്ടി തുടങ്ങിയിട്ടില്ല. കാലാവസ്ഥ വ്യതിയാനം ഇതിന് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഈ പ്രാവശ്യം നല്ല കുറവാണ് ചക്ക. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം കോവിഡിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. തീർച്ചയായിട്ടും ചക്കയ്ക്ക് അത്ര ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ആ സമയത്ത് ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. കോവിഡ് സമയത്ത് എല്ലാവരും ശരിക്കും ഒരുവിധ ആളുകളൊക്കെ ചക്ക നന്നായിട്ട് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മളെ നാട്ടിൽ അത്രയും കോവിഡ് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതും ഞാൻ വിചാരിക്കുന്ന കോവിഡിനെ പോലും പ്രതിരോധിക്കാനുള്ളൊരു സംഭവം നമ്മളെ ചക്കയിൽ ഉണ്ടായിരുന്നിരിക്കാം. നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു എന്താ പറയുക, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ട് കിട്ടിയൊരു കാര്യമാണ് കേട്ടോ അത്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ അത്രയും വലിയൊരു കോവിഡിൻ്റെ കാലത്താണെങ്കിലും ഞാനൊക്കെ തിരുവനന്തപുരം വരും പോവുകയൊക്കെ ചെയ്തിരുന്നു. എനിക്കൊന്നും കോവിഡ് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ചക്കേനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും വിശ്വസിക്കുന്നത് ഞാൻ. പക്ഷേ ഫുൾ ടൈം നമ്മൾ ചക്കയിലാണല്ലോ. എന്തായാലും എല്ലാ ദിവസവും ചക്ക കഴിക്കും. ഞാൻ 365 ദിവസവും ഈ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. 365 ദിവസവും ചക്ക എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതെ, പിന്നെ ഈ പറഞ്ഞതുപോലെ ഏത് സമയത്തും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെ. ഇപ്പോൾ പുതിയ എന്തെങ്കിലും പരീക്ഷണങ്ങൾ മനസ്സിൽ ഇപ്പോൾ ആലോചനയുണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു പുതിയ പരീക്ഷണം ഞാൻ പറയാം. നമ്മളെ ചക്കേനെ ശരിക്കും നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഈത്തപ്പഴം പോലെ
അതിനെ ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിരിക്കും. ആക്കാൻ പറ്റും, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മതി. നമ്മളത് ഒരു സയൻറ്റിഫിക്കായിട്ട് അതിനെ ഒരു പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ കുറേ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നത്തിലൊരു സ്വപ്നമാണിത്. അപ്പോൾ ഇതുവരെ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതും അങ്ങനെ ആവുന്നതാണ്. ഇനിയിപ്പം ഞാൻ ഇല്ലാണ്ടായാലും എൻ്റെ വരുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പഠിപ്പിച്ചെടുത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയും. അപ്പോൾ അതിലാരെങ്കിലും അത് കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ പിന്തുടർച്ചയായിട്ട് വരുന്ന എൻ്റെ സംരംഭകർ, പിന്തുടർച്ച എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സംരംഭകരുണ്ട്, നല്ല സംരംഭകരുണ്ട്. അപ്പോൾ അവർ ഞാൻ പറയും എന്നെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്നതൊക്കെ പറയും, അങ്ങനെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു ഇതിലേക്ക് എന്തായാലും വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഫെസ്റ്റിവലൊക്കെ ഒരുപാട് പല സ്ഥലങ്ങളിലും പല ഫെസ്റ്റിവലുണ്ട്. ഇപ്പോൾ ചക്ക ഫെസ്റ്റ്, അതിന് പിന്നെ ഈ ഇത് പായസം അടക്കമുള്ള പല ഫെസ്റ്റിവൽ, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കേരളത്തിൽ കൂടി വരികയാണല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ അമ്പലവയൽ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഒരു അന്താരാഷ്ട്ര ചക്ക മഹോത്സവം വെച്ചിരുന്നു. അതിൽ 2000 പേർക്ക് ചക്ക സദ്യ കൊടുത്തത് ഞാനും എൻ്റെ സംരംഭകരും കൂടിയാണ്. 2000 പേർക്ക് 22ഓളം കറികളും 2 തരം പായസവും ചോറും, ചക്ക വിഭവങ്ങൾ. അങ്ങനെയാണ് നമ്മളെ ചക്കേനെ ഈ നിയമസഭയിൽ അതിനുശേഷം അത് നമ്മളെ മിനിസ്റ്റർ സദ്യ കഴിക്കാൻ ഇടയാവുകയും അതിനോടനുബന്ധിച്ച് എൻ്റെ അടുത്ത് നമ്മൾ നിയമസഭയിൽ നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയും അങ്ങനെ നമ്മൾ നിയമസഭയിൽ വന്നിട്ട് സുനിൽകുമാർ സാറിൻ്റെ വീട്ടിൽ തന്നെ വെച്ച് നമ്മൾ ചക്കപ്പുഴുക്കും ചക്കക്കുരി ചെമ്മീൻ കറി, ചക്ക മഞ്ചൂരി, ചക്ക ഐസ്ക്രീം, അങ്ങനെ ചക്കേൻ്റെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ മന്ത്രിമാരുടെ വീട്ടിലും ഓരോ ചക്കയും ഓരോ ഒട്ടുപ്ലാവിൻ്റെ തെയ്യും എത്തിച്ച് നിയമസഭയിൽ ഈ സാധനം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചക്കേനെ സംസ്ഥാന ഫലമാക്കാനുള്ളൊരു ശ്രദ്ധ. പിന്നെ അതിൻ്റെ മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതൊരു ഗംഭീര പരിപാടിയായിരുന്നു. എന്തായാലും ഈ ചക്കയുമായി ബന്ധപ്പെട്ട് മനസ്സിൽ നിന്ന് ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലും പ്രത്യേക സംഭവം ഉണ്ടോ? ചക്ക അത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര ചക്ക മഹോത്സവം തന്നെയാണ്. ശരിക്കും അതിൻ്റെ ഒരു കഥ പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. നമ്മൾ 2000 പേർക്ക് ചക്ക സദ്യ എന്ന് പറയുമ്പോൾ 2000 പേർക്ക് പായസം കൊടുക്കണം. അപ്പോൾ 2000 പേർക്ക് പായസം കൊടുക്കാനുള്ള പാല് നമ്മൾ തലേദിവസം ഫ്രീസറിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 10-11 മണിക്ക് നമ്മൾ പായസം വെക്കാൻ വേണ്ടി പാല് നോക്കിയപ്പോൾ പാല് മുഴുവൻ പിരിഞ്ഞുപോയി. പക്ഷേ അവിടെ ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു ആയിരിക്കാം വെച്ചാൽ നമ്മൾ അത്രയും ചക്കേനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. ആ കറക്റ്റ് സമയത്ത് എൻ്റെ പിള്ളേർ അമ്പലവയൽ ടൗണിൽ ഇറങ്ങി അത്രയും പാല് കൊണ്ടുവന്ന് പായസമാക്കി ഞങ്ങൾ 12 മണിയായപ്പോൾ പായസം കൊടുത്തു. അതൊരു ഭയങ്കര സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ എന്താ പറയുക, ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടവും വന്നൊരു ഒരു സമയമുണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ വിദേശ രാജ്യങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, കൂടുതലായിട്ടും ഏത് രാജ്യമാണ് ഇതിൽ ഒരു താല്പര്യം കാണിക്കാൻ കൂടുതൽ അവർ ഇഷ്ടപ്പെടുകയും ടേസ്റ്റൊക്കെ ഇത് കാര്യങ്ങൾ? അത് നമ്മളെ മലേഷ്യ, തായ്ലാൻഡ് അവരൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രീലങ്കയാണ് ഏറ്റവും കൂടുതൽ ചക്കയിൽ. ശ്രീലങ്കയിൽ അറിയാലോ, പ്ലാവ് മുറിക്കാൻ പാടില്ല. പ്ലാവ് മുറിച്ചാൽ അവിടെ ശിക്ഷയാണ്. നമ്മളിവിടെ തേക്കൊക്കെ മുറിക്കുന്ന പോലെയാണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ അധികം ആളുകളും ഈ ചക്ക അന്നത്തിൻ്റെ മരമായിട്ടാണ്. പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ അന്നത്തിൻ്റെ മരം എന്നാണ് പ്ലാവിന് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നന്നായിട്ട് ചക്ക സംരംഭകരും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ കേരളത്തിൽ മാത്രമല്ല, ഗോവ പിന്നെ അഗ്രികൾച്ചർ റിസർച്ച് സെൻ്ററിൽ വലിയൊരു യൂണിറ്റ് നമുക്കുണ്ട്. വിശാഖപട്ടണം പോയിട്ട് 10 ദിവസം ഞാൻ അഗ്രികൾച്ചർ റിസർച്ച് സെൻ്ററിൽ ക്ലാസ് കൊടുത്ത് നമ്മൾ കേരളത്തിൽ എത്തുമ്പോൾ 5 പ്രോഡക്റ്റ് അവർ മാർക്കറ്റിലെത്തി. അതാണ് നമ്മളിവിടുത്തെ വേറൊരു പ്രശ്നം. ഇവിടെ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ 3 കൊല്ലം എടുക്കും. അവിടെ 10 ദിവസം കൊണ്ട് അവർ മാർക്കറ്റിലിറക്കി. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എന്താന്ന് പറഞ്ഞുകൂടാ, കുറേ നൂലാമാലകൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി ജനങ്ങൾ കുറേ മാറിയിട്ടോ അപ്പോൾ. അപ്പം അങ്ങനെയൊന്നും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ 10% എന്നുള്ളത് ഒരു 50% എത്തിക്കാൻ വേണ്ടി പറ്റും. ആളുകളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു പേപ്പർ വർക്കിന് വേണ്ടി പോയി കഴിയുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പം ശരിക്കും മടുത്തു പോവും സംരംഭകർ. അപ്പം അങ്ങനെയുള്ള അതൊന്ന് സ്മൂത്താക്കിയാൽ ശരിക്കും എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങൾ ഇവിടെ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. കാരണം അത്രയ്ക്ക് പാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചക്ക കൊണ്ടുള്ളൊരു പുതിയ വിഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ, കാരണം ആ ഒരു ചിന്തയിലാണിപ്പോൾ പത്മിനി ശിവദാസ് ഒരു ഈത്തപ്പഴം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാരണം ചക്കയെക്കുറിച്ച് ഇനിയും കൂടുതൽ സംരംഭകർ ഈ നമ്മുടെ ഈ അഭിമുഖം കണ്ടും ചേച്ചിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കൂടുതൽ പേർ രംഗത്തേക്ക് വരട്ടെ.
താല്പര്യം പ്രകടിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള എല്ലാ മുന്നോട്ടുള്ള യാത്രയ്ക്കും എല്ലാ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു.